കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ മറ്റ് ഭക്തർക്ക് കൂടി മനസ്സിലാക്കാനും അതുപോലെ മറ്റ് ഭക്തർക്ക് ആ ആളിനെ പരിചയപ്പെടുത്താനും കൂടിയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ അത്ഭുത കഥകൾ നമ്മൾ എത്ര കേട്ടാലും മതി വരില്ല. അത്ര പരമകാരുണ്യവാനും ദയാലുവും സ്നേഹസ്വരൂപനും അന്നദാന പ്രഭുവും ഒക്കെയാണ് നമ്മളെ ഭഗവാൻ. ഭക്തവത്സലനാണ്. ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യും. ഭക്തർക്ക് വേണ്ടി എന്ത് ത്യാഗവും എന്തൊക്കെ ഭഗവാൻ അനുഭവിച്ചിട്ടുണ്ടോ എല്ലാം അദ്ദേഹം ഭക്തവത്സലനായതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യ ചൊരിയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് വർക്കല നിന്ന് ഉള്ള ബേബി സരോജം ആണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭഗവാനുമായിട്ട് ഏകദേശം 34 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ബാക്കി ഒരുപാട് അനുഭവ കഥകൾ അമ്മയ്ക്ക് പറയാനുണ്ടാവും. അത് അമ്മയുടെ വായിൽ നിന്ന് തന്നെ ശ്രവിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ അമ്മയെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അമ്മയ്ക്ക് ഭഗവാനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയണം. ഭഗവാനെ ആദ്യം കാണുന്നത് നമ്മൾ നേരിട്ട് 2 പേരാണ് നമ്മളെ കൊണ്ടുവന്നത്. നടരാജ ട്രാവൽസും ആര്യവും മോലാളി. അപ്പം മകൻ സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ പോകാനുള്ള കാര്യം ഇതാണ്. സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോൾ 8ൽ തോറ്റെന്നുള്ളൊരു മനോവിഷമം ആ കുട്ടിക്കുണ്ടായിരുന്നു. എന്നാലും 1 വർഷം കൂടെ അവിടെ പഠിക്കാം ഓന്നൊക്കെ സമ്മതിച്ച് യമായി പോയി പെർമിഷൻ വാങ്ങിച്ച് അവിടെ നിന്ന് 2 മണിക്കൂർ പെർമിഷൻ കൊടുക്കും. സൈനിക് സ്കൂള് കഴക്കൂട്ടത്താ. പെർമിഷൻ കൊടുക്കും യമായി. എന്നിട്ട് യമായി നമ്മളെ വീട്ടിൽ അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ. അപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പാസ്സുണ്ട് ട്രെയിനിൽ, ഫസ്റ്റ് ക്ലാസ്സും AC. അപ്പോൾ എൻജിനീയറിങ് കോളേജിൽ ഒരു 2ാമത്തെ മകൻ കുളത്തൂർ പഠിക്കുകയാണ്. അതിന് ഈ റാഗിങ് പേടിച്ച് വേറെ വെളിയിൽ ലാഡ്ജിൽ താമസിക്കുകയാണ്, ചാലയിൽ. അവനും പാസ് കൊടുത്തിട്ടുണ്ട്, എനിക്കും ഒക്കെ പാസ്സുണ്ട്. അപ്പം യമൻ പറഞ്ഞ് അവൻ തനിച്ചങ്ങ് പോവാമെന്ന് പറഞ്ഞ് യമ അങ്ങ്
പോയി അവിടെ ചെന്ന് 2 മണിക്കൂറത്തെ പെർമിഷൻ വാങ്ങിച്ച് ഇറങ്ങിയിട്ട് പിന്നെ കയറിയില്ല. അപ്പം സമയം കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ വീട്ടിൽ വിളിച്ച്. അപ്പം എൻ്റെ ചേച്ചി കാർഷിക കോളേജിൽ ജോലിയായിരുന്നു. അപ്പം തമ്പാനൂർ ആര്യവും മലയാളി ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയായിരുന്നു. അപ്പം പറഞ്ഞു, വേവിയമ്മ എനിക്ക് സ്കൂൾ ആവശ്യത്തിന് 500 രൂപ എനിക്ക് വേണം. തരാം, കൊടുത്തു. അപ്പം ആ കോവിൽ കടയിൽ പുഷ്പാങ്കതൻ എന്ന് പറയുന്ന ഒരാൾ കട നടത്തുന്ന ആളുണ്ട്. അവിടെ ചെന്ന് പൈസ മേടിക്കും. അങ്ങനെ മേടിച്ചോണ്ട് പോയി. പിന്നെ ഒരു വിവരവും ഇല്ല. വൈകിട്ടായപ്പോൾ ഇങ്ങനെയാണ്, എങ്ങുമില്ല. പിന്നെ ഇതിനിടയിൽ ജോത്സ്യൻ്റെ അടുത്തൊക്കെ പോയി നോക്കി. അപ്പോൾ ഒരു ജോത്സ്യൻ പറഞ്ഞ് അവിടെ എസ് എൻ കാളയിലെ വാച്ചറ വിളപ്പാത്താണ് വീട്, അത് എത്ര ദിവസത്തെ കർമ്മം നടത്തണം. അങ്ങനെ വീട്ടിലൊരു 5-6 ദിവസം കർമ്മം നടത്തി ഈ തടിയങ്ക വെട്ടി കടലിലൊക്കെ ഒഴുക്കി. അങ്ങനെ കുറേ ദിവസമൊക്കെ ഇങ്ങനെ അഴിഞ്ഞ്. പിന്നെ ആളിനങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ നോക്കാൻ പോകണമെന്ന്. അങ്ങനെ ഇരുന്ന് ഒരു 6 മാസത്തിനകം വെച്ച് ഈ നടരാജ പിള്ളയും പറഞ്ഞ് ആര്യവും മലയാളിയും പറഞ്ഞ്, എന്തിന് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമ്മൾ അവിടെ പോവുകയാണ്. അപ്പം നടരാജ പിള്ളയുടെ ശേഷാര ഒരു വെടിയുണ്ട്, അവനാണ് ഈ നടരാജ ട്രാവൽസ് ശേഷാരനാണ് ഇവിടെ വന്ന് കണ്ടുപിടിച്ചത്. ഓട്ടത്തിന് ആളിനെ കൊണ്ടുവന്നു. അപ്പോഴവർ പറഞ്ഞ് ഇങ്ങനെ പോവാം. അങ്ങനെ ചെന്ന് ഭഗവാനെ കണ്ട് പിന്നെ അപ്പം ഞാൻ കരഞ്ഞു. കരയണ്ട, എല്ലാവരും ആൾ ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിനിടയിൽ ഈ നമ്മൾ 6 മാസം വരെ ഈ ടി വിയിലും പേപ്പറിലും കൊടുത്താൽ വന്നാൽ തിരിച്ചെടുക്കില്ല, അവിടെ തിരിച്ചെടുക്കില്ല. അതുകൊണ്ട് പേപ്പറിലും കൊടുത്തില്ല, ടി വിയിലും കൊടുത്തില്ല. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ മംഗലാപുരം അന്ന് തന്നെ നമ്മൾ എൻ്റെ ഭർത്താവ് പോയി മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ എല്ലാം സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് എല്ലാം ആയി. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ആയി. അങ്ങ് നീണ്ട് 6 മാസമൊക്കെ കഴിഞ്ഞ് അങ്ങ് കുറേ നാൾ കഴിഞ്ഞപ്പം അവിടെ നിന്ന് മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്നപ്പോഴത്തിരക്കും മകൻ്റെ വല്ല വിവരവും ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വിവരവും ഇല്ല. അപ്പം നെയ്യാറ്റിൻകര ഇവരെ വീട്ടിൻ്റെ അടുത്തുള്ള പോലീസുകാരനാണ്. അങ്ങനെ കഴിഞ്ഞ് കുറേ നാളുകൾ അങ്ങ് പോയപ്പോൾ ഊമക്കത്ത് ശരിക്കും പോയി. നമ്മൾ അടിച്ചു കൊന്ന് നമ്മളെ കക്കൂസിലിട്ട്, എന്നിട്ട് കക്കൂസ് തോണ്ടി അവർ വന്നു, പോലീസ് വന്നു. പെൺ പോലീസിൻ്റെ ജീപ്പ് വെളിയിൽ നിർത്തി. അമ്മയൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പെൺ പോലീസ് വേണം. അങ്ങനെ വന്നു നിന്ന് കക്കൂസ് തോണ്ടാൻ വന്ന നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്ന കിളയ്ക്കാനൊക്കെ വരുന്നവരാണ്. അപ്പം ഇവർ പറഞ്ഞു ആ കക്കൂസ് കൊണ്ടണം സർക്കിൾ, അവൻ വർക്കല വന്ന് കല്യാണം കഴിച്ചവനാണ്, നമ്മൾ അറിയുന്നവനാണ്. അപ്പം വക്കീൽ പറഞ്ഞ് അവരെ ആവശ്യമാണ്, അവർ ആളിനെ നിർത്തി തോണ്ടട്ടെ. അപ്പം നമ്മളെ വീട്ടിൽ വരുന്ന ജോലിക്കാരന്മാർ വന്ന് എന്ത് ഇവിടെ കക്കൂസ് കൊണ്ടണേ എന്തിന്? അപ്പം 4-5 പോലീസും ഉണ്ട്. അപ്പം പറയാം. അപ്പം രാത്രി ഈ കക്കൂസിൻ്റെ മുകളിൽ അപ്പുറത്ത് മുസ്ലിം അവർ നമുക്കൊപ്പം ഉറക്കം ഒഴിഞ്ഞിരുന്നു. ഈ കക്കൂസിൻ്റെ മുകളിൽ ഓലയും മടലും എല്ലാം വാരി ഇങ്ങനെ ഇട്ടേക്കും. അവരും ഉറക്കം ഒഴിഞ്ഞ് ലൈറ്റും ഇട്ടിരുന്നു. അങ്ങനെ വേണം വന്ന് തോണ്ടിയപ്പോൾ ഒരു പല്ല് വയ്ക്കുന്ന ബ്രഷ് മാത്രം. അപ്പം അത് കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ കാറിൽ കൊണ്ട് കൊക്കോയിൽ കളഞ്ഞു. അപ്പോൾ അപ്പുറത്തെ എൻ്റെ ഒരു വലിയ താമസിക്കുന്ന അവർ വന്ന് നോക്കിയപ്പം കൊച്ചിനെ അതിനകത്ത് അവിടെ കിടത്തിയിട്ട് കൊണ്ടുപോകാൻ, അങ്ങനെ അവർ കിടന്ന് കുറുക്കുളിച്ചെന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. ഇങ്ങനെ കഥകളുണ്ടാക്കി.
എന്നിട്ട് പിന്നെ എല്ലാം പിന്നെ നിത്യവും ഏത് സമയവും പോലീസാണ്. ഈ തോണ്ടാൻ പറഞ്ഞ അമ്മയും പിന്നെ നമ്മളെ വീട്ടിൽ വന്നില്ല. പിന്നെ ഒരു പറങ്കേണ്ടി പറിക്കാൻ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്ത് മുസ്ലിം അയാൾ പോയപ്പോൾ അയാളെ വിളിച്ച് ആദ്യത്തെ ദിവസം. അപ്പോൾ അവിടെയെല്ലാം കമ്പിയിട്ട് കുത്തി എല്ലുകൾ അവിടെയൊക്കെ കിടന്ന് അത് പറക്കിയെടുത്തോണ്ട് പോയി. എന്തോ ആരുടെ എല്ല്? എല്ലെടുത്തോണ്ട് പോയി എന്ന് വെച്ചാൽ ഈ പട്ടി ഇത് ജീവികളൊക്കെ എല്ല്. പക്ഷേ അവരിങ്ങനെ എടുത്തോണ്ട് പോയി. അപ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ഒരു ചെറുക്കൻ അവിടെ വന്ന് അവിടെ അയിരുന്ന് അപ്പോഴോ പയ്യൻ ഇവിടെ അത്യാവശ്യമായിട്ട് പോകാൻ വന്നാണ്, കല്യാണം പറയാൻ വന്നു. അവനെ അവിടെ പിടിച്ചിരുത്തിയിരുന്നു. അവനെ വിട്ടില്ല. ഇത് അവൻ കണ്ട് സാക്ഷി എഴുതി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ കാമ്പൗണ്ടിനകത്ത് ചേനയും ചേമ്പൊക്കെ നട്ടുമായിരുന്നു. ഇനി ഇവിടെ കൃഷി ചെയ്യരുതെന്ന് പറഞ്ഞു, ഒന്നും കൃഷി ചെയ്യാൻ പാടില്ല. അപ്പം JCB വെച്ച് അവിടെ ഒരുപാട് പെരയിടമുണ്ട്, നമുക്ക് ബാക്കിലോട്ട് കിളയ്ക്കാൻ പറഞ്ഞു. അവർ കിളച്ചില്ല. പിന്നെ ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ ശല്യം തന്നെ. അപ്പോഴത്തേക്ക് സ്വാമിയുടെ അടുത്ത് അപ്പോൾ വന്നില്ല. പിന്നെ അപ്പോഴൊന്നും നമ്മൾ സ്വാമിയുടെ അടുത്ത് വന്നില്ല, പിന്നീടാണ് വന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും സാറേ, സാറൊരു കുറച്ച് ദിവസം അവിടെ നിന്ന് മാറിയിരിക്കും, പോലീസിൻ്റെ ശല്യമല്ലേ. അപ്പോൾ ഇവർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലത്തെ റൂമിലായിരുന്നു. അപ്പം കുറേ അഡ്രസ്സുകൾ. അപ്പം ഈ പിന്നെ ശബരിമലയിൽ പന്തളത്തെ ഒരു രാജകുടുംബത്തിലെ ഒരു വർമ്മ സാറ് കൂട്ടുകാരനാണ് ആപ്പീസ് വർക്ക്. അയാളെയൊക്കെ നമ്പരുണ്ടായിരുന്നു. ഇവരതെടുത്ത് അയാളെ ആ സാറിനെയൊക്കെ പോയി ചോദ്യം ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ വന്ന് വീണ്ടും ശല്യം തന്നെ. അപ്പോൾ സ്വാമി പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യും, ക്രൈം ബ്രാഞ്ചിനൊന്ന് മാറാൻ. അങ്ങനെ ക്രൈം ബ്രാഞ്ചിന് മാറിയപ്പം ശല്യമൊന്നും ഇല്ല. ആ ചുറ്റളവിലുള്ള നമ്മളെ വീട്ടിൽ ഒരു പെൺകുട്ടിന്ന് അതിനെയാണ് ഒന്നാം സാക്ഷിയാക്കിയത്. അതാണ് കണ്ടതെന്നെല്ലാം. പാവം പെണ്ണ് അത് ഇന്നലെയും വീട്ടിൽ വന്നിരുന്നു, കല്യാണം കഴിച്ച അയച്ച്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ ക്രൈം ബ്രാഞ്ചുകാർ വന്ന് ആ 4 ചുറ്റുമുള്ള വീടുകളിൽ അത്രയും കയറി ഇറങ്ങി. പിന്നെ ഈ എൻ്റെ വീട്ടിൽ നിന്ന പെങ്കൊച്ച് വെറുതെ നമുക്ക് കൂട്ടിന് നിന്നതാണ്. 4 പെൺപിള്ളേരുള്ളതിൽ 3-ാമത്താണ്, പാവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വീട്ടിലുള്ളവരെ അത്രയും വിളിപ്പിച്ച്, അതിൻ്റെ അച്ഛനെയും എല്ലാവരെയും വിളിപ്പിച്ച് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ കാണാം. പിന്നെ ഇവരൊക്കെ എല്ലാം വരുന്നവരൊക്കെ ഊണ് കൊടുക്കണം. അവർ വെളിയിൽ നിന്ന് കഴിക്കൂല, വീട്ടിൽ വെച്ച് പാചകം ചെയ്ത് കൊടുക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തുമാത്രം ഊണ് വെച്ച് കൊടുത്ത് സാറേ, ഊണ് വെച്ച് കൊടുത്ത് പിന്നെ എൻ്റെ ഭർത്താവ് ഒരു പേടിച്ചൂറിയാണ്. പോലീസിന് ഇത്രയും വലിയ ടാപ്പിലിരുന്ന ജോലിയാണെങ്കിലും റെയിൽവേയിൽ എൻജിനീയറായിരുന്നു. എറണാകുളം തിരുവനന്തപുരം ബ്രോക്കേജിൻ്റെ പണി മൊത്തം എൻ്റെ ഭർത്താവാണ്. ഇതിനിടെയുള്ള പാലങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് നാഗർകോവിലായി. അങ്ങനെ വേണം. പിന്നെ ഇവരെ തിരുവനന്തപുരത്ത് യവന്മാർ പറയും. അപ്പം നെയ്യാറ്റിൻകര പൂഴിക്കുന്നിലുള്ള എൻ്റെ നാത്തൂൻ്റെ ഭർത്താവിൻ്റെ അടുത്തുള്ളതാണ് ഒരു ശ്രീകുമാരൻ സർക്കിളാണ്, ക്രൈം ബ്രാഞ്ചിലാണ് SI. ഇവരെല്ലാവരും കൂടെ ഇവർ 2-3 പേര് പറയും, സാറേ അന്ന് തിരുവനന്തപുരത്ത് ജോലിയായിരുന്നു, അവിടെ വെച്ച് കാണുന്ന എന്തിനാണ്, ബാറിൽ കൊണ്ടുപോയി കുടിക്കാൻ മേടിച്ച് കൊടുക്കണം, പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കണം. എന്തുമാത്രം ദുരിതം അനുഭവിച്ചു അങ്ങനെ. പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യ എനിക്ക്. പിന്നെ ക്രൈം ബ്രാഞ്ച് വന്നു. അപ്പോൾ ഞാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ എന്ന് 2-3 ദിവസം ഇടവിട്ട് ഭഗവാന്റെ അടുത്ത് പോവുകയാണ് നമ്മൾ.
നിങ്ങൾ ഏത് ആശ്രമത്തിലാണ് പോണത്? അത് പിന്നെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് അവൻ എൻ്റെ കാസ്റ്റും സ്വന്തവുമാണ്, അവൻ കൊള്ളൂല്ല, അവനെ ഞാനിവിടെ കയറ്റൂല്ല, അവൻ 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ശല്യമൊന്നുമില്ലായിരുന്നു. പിന്നീട് ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചത്. അയാൾ നമ്പൂതിരിയാണ്. അത് ഈ മറ്റേ ഈ എഴുത്തുകളൊക്കെ ചെന്ന ആപ്പീസ് അത് എവിടെ അവിടെയൊക്കെ നമ്മളെ വിളിപ്പിച്ച് പറയണാണ്, കുറേ സ്വാമിയാർ ഇതൊക്കെ വെറുതെയാണ്. അപ്പോഴും അയാൾ പറഞ്ഞു, അതൊന്നും പറയണ്ട, ജ്ഞാനസൃഷ്ടിയുള്ള സ്വാമിയാരുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അയാൾ വാടച്ച്. അങ്ങനെ നമുക്ക് പോണിടത്തെല്ലാം ഇത്. പിന്നെ വെഞ്ഞാറമൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് കക്കൂസ് തോണ്ടാൻ വന്നതിൽ വർക്കല പോലീസിൽ വെഞ്ഞാറമൂട്ടി മാറിയവരുണ്ടായിരുന്നു. അപ്പോൾ അവർ വെഞ്ഞാറമൂട്ടിൽ SI സർക്കിൾ പോലീസുകാർ വരും. അപ്പോൾ കാണാൻ നമ്മളെ വീട്ടിൽ വന്ന പോലീസുകാരനുമുണ്ട്. അപ്പം ഞാൻ മുതലാളിയെ വിളിച്ച് കാണിച്ചതാ, ഇതൊക്കെ നമ്മളെ വീട്ടിൽ കക്കൂസ് കൊണ്ടാൻ വന്നതിലുള്ള. അപ്പം സ്വാമി എന്ത് ചെയ്ത് കുറേ മുട്ടായി എടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് അവരൊക്കെല്ലാം കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു. പിന്നെ അവർ അവിടെ വരുമ്പം വർക്കല വരുമ്പം നമ്മളെ വീട്ടിൽ കയറിയിട്ടേ പോകും. 1-2 പേര്. ഭയങ്കര സ്നേഹം. 5 ദിവസമാണ് നമ്മളെ വീട്ടിൽ പോലീസ് കാവല്. കാർ ഷെട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം രാത്രി ഇരിക്കുന്നവരെല്ലാം രാത്രി അങ്ങ് പോവുമെന്ന് വെച്ചാൽ അവരൊക്കെ കൊതുകൂടിയുള്ള അമ്മയ്യ. അപ്പോൾ എൻ്റെ സഹോദരൻ പേർഷ്യയിലും സഹോദരൻ്റെ ഭാര്യയും ഒരു കൊച്ചു എൻ്റെ വീട്ടിലുണ്ട്, പെൺകുട്ടി. ആ കൊച്ചിനെയും കളിപ്പിച്ചവന്മാരിയ്ക്കും കുറേ നേരം. അപ്പോൾ അവർ പറയും, വന്ന് തിരക്കുകയാണെങ്കിൽ പറയണം, ഇല്ല കടയിൽ പോയി എടുത്ത് എന്നൊക്കെ പറയണമെന്ന്. ആരും നമ്മളെ വീട്ടിൽ ഒരുത്തൻ ഈ നെയ്യാറ്റിൻകര ഇവരെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പായൊന്നും അങ്ങനെ ഒരു പഴയ പാ കൊടുത്തത്. അപ്പോഴാണ് അവൻ പറയുന്നത്, നമ്മൾ മെത്തയിലൊക്കെ കിടക്കുന്നവരാണ്, നമ്മൾ ഈ പായ കൊതുകൊടിയൊന്നും കൊണ്ട് കിടന്നതല്ല, ഇവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഒരുത്ത അവിടെ കിടന്നിട്ടുണ്ട്, ബാക്കി മറ്റവരൊക്കെ പോകും. അങ്ങനെ ദുരിതം അനുഭവിച്ചു. പിന്നെ അടുത്തടുത്ത് വർഷങ്ങൾ കഴിഞ്ഞ് അടുത്തടുത്ത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. 10 വർഷമായേ വരുമെന്ന്. അപ്പം ഭഗവാൻ തന്നെ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, സാറിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ജ്യോത്സ്യനുണ്ട്, ബാലേഷൻ ജ്യോത്സ്യർ, അറിയാം, കേട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കേൾക്കണം, പിന്നെ ജാമ്യം കിട്ടുമോയെന്ന്. ആൾ പോവില്ല, അടുത്ത്. അങ്ങനെ എൻ്റെ അനിയൻ പോയി, ഞാൻ പോയില്ല, അനിയൻ പോയി. അപ്പോൾ പറഞ്ഞ് കിട്ടും. അതിൻ്റെ തലേ ദിവസം ഈ റെയിൽവേ സ്റ്റേഷനിൽ ജാമ്യം കിട്ടണതിൻ്റെ തലേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എന്നും പോവും, ആൾ പോവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എഴുതിക്കും, ഇവരൊക്കെ എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എഴുതിക്കും. അപ്പോൾ ഒരാൾ കേട്ടു, ഈ ആൾ വരുമ്പോൾ എന്നും എല്ലാവരും ഈ എഴുതിച്ച് തൊഴണ എന്തിനാണ്? അപ്പോഴവർ പറഞ്ഞ്, ഇന്ന കണക്കൊരു സംഭവമാണ്, ഇന്ന കണക്കാണ് സംഭവം. അത് ഞാൻ അറിഞ്ഞല്ലേ, ഞാനും അതിൽ ആ കേസ് നോക്കിയല്ലേ. അയാൾ കണ്ണൂരുകാരനാണ്. അങ്ങനെ അയാൾ ഈ SP-നെ പറയാനിനി ഒന്നുമില്ല, അവൻ വെറും പന്നേനാണ്, അവനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് ഭയങ്കര പേടിയാണ്. അങ്ങനെ പിന്നെ ഒരേ ദിവസം ഇങ്ങനെ അടുത്തടുത്ത് വന്ന് അവസാനം കുറേ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു തിരുവോണത്തിൻ്റെ അന്ന് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ റോട്ടിൽ ആളുകൾക്ക് വെള്ളം എടുക്കാൻ പൈപ്പുണ്ട്. അപ്പോൾ ആളുകൾ വന്ന് വെള്ളം എടുക്കുകയാണ്. അപ്പോഴൊരു ഫോൺ വന്ന്
ഞാനാണ് എടുത്ത് എൻ്റെ ഇവൻ്റെ മൂത്തതാണ് എടുത്തത്. ഞാൻ കുഞ്ഞുപോയി. അപ്പം അപ്പുറത്തൊരു കുഞ്ഞുവനുണ്ട്. അപ്പം നീ എവിടെ നിൽക്കുന്നത്? കിളിമാനൂർ പോയ അവൻ്റെ അമ്മൂമ്മേരെ വീട് അവിടെ. ഞാൻ ആ കുഞ്ഞുവനല്ല, ഞാൻ ഇവിടുത്തെ കുഞ്ഞുവനാണ്. അപ്പോഴും മറ്റേ ചെറുക്കനങ്ങ് അന്തം വിട്ടുപോയി. അവൻ്റെ മൂത്തത് അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ ഈ ഫോൺ തന്നു. അപ്പം അച്ഛൻ ഒരുങ്ങുന്നു പോവാൻ. അമ്മ അപ്പം ഏവൻ അമ്മച്ചി എന്ന് വിളിച്ചു. അപ്പം ഏവൻ ക്രിസ്ത്യൻസിൻ്റെ കൂടെയാണ് ചെന്ന് ചേർന്നത്. അപ്പം അമ്മച്ചി എന്ന് വിളിച്ച്. മോനെ കുഞ്ഞോനേന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കിടന്ന് നിലവിളിച്ച്, ഫോണിൽ നിലവിളിച്ച്. അച്ഛൻ്റെ കൊടുക്കട്ടാ മോനെ. ഇല്ല, അച്ഛൻ വഴക്ക് പറയില്ലേ? ഇല്ല മോനെ. അങ്ങനെ അച്ഛൻ്റെ കൊടുത്ത് അച്ഛൻ സംസാരിച്ച് അങ്ങനെ ഞാൻ ഇനി വൈകിട്ട് വിളിക്കാം. അപ്പം നമുക്ക് വിശ്വസിക്കാനൊത്തില്ല. ഇതിനിടയിൽ നമ്മളെ പലരും കളിപ്പിച്ച്. അവിടെ ഒരു കള്ള ചെറുക്കനുണ്ട്. അവൻ ബോംബെയിലൊക്കെ പോയിട്ട് വന്ന് പറഞ്ഞ് ഇന്ന കണക്ക് ഇന്നാരെ കണ്ട് അവിടെ ഒരു മലയാളി സമാജത്തിലൊക്കെ വരും, പോയാൽ കാണാം, ഞാനും കൂടെ വേണമെങ്കിൽ വരാം. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. അവൻ കള്ള ചെറുക്കനാണ്. ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു പോണ്ടാന്ന് പറഞ്ഞു. നമ്മളെ പറ്റിക്കുകയാണ്, പോണ്ടാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇരുന്ന് എന്നും വിളിക്കുമെങ്കിലും നമുക്ക് ഇവനെ വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഒരു വക്കീൽ കൂട്ടുകാരൻ ഡൽഹിയിലുണ്ട്. ആ ആളിനെ വിളിച്ച് പറഞ്ഞു ഇന്ന കണക്ക് നമ്പരും കൊടുത്തിട്ട് ചെന്ന് കാണാം. അങ്ങനെ കണ്ടപ്പം ശരി തന്നെ. പിന്നെ ഇവൻ എന്നും കാലത്തും വൈകിട്ടും വിളിക്കുകയും പിന്നെ ഫോട്ടോ അയക്കുകയും ഇതെല്ലാം ചെയ്യും. അപ്പം ഇവൻ ചെന്ന പോക്കിന് ഒരു ഹോട്ടലിലങ്ങാണ്ടാണ് നിന്നത്. അപ്പം ആ ഹോട്ടലിൽ ഒരു മലയാളി ചെല്ലും. അപ്പം ഇവനെ കണ്ട് എവിടെയാണ് വീട്? അത് ഇന്നാണാക്കും. അവരാണ് പായിപ്പാടുള്ളത്. അങ്ങനെ അവരെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. അവിടെ അവർ പാവങ്ങളാണ്, വാടകയ്ക്ക് താമസിക്കുകയാണ്. ചെന്ന് അവരെ വീട്ടിൽ കൂടെ നിന്ന് പിന്നെ അവൻ എന്നും വിളിച്ചു ഫോട്ടോകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിശ്വസിച്ച് അപ്പം സ്വാമിയുടെ അടുത്ത് എല്ലാ വിവരവും വന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ ഇരുന്ന് യമായി. ഇപ്പോൾ ഭഗവാൻ പറയും 200 കിലോമീറ്ററിന് അപ്പുറമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ പായിപ്പാട് വന്നാണ്. പിന്നെ ഈ വീട്ടുകാരും അറിയുന്നില്ല അവൻ ഇങ്ങനെയാണ് ചെന്നതെന്ന്. വർഷം തോറും അവൻ വരും ഇവിടെ വന്ന്. എന്നെയൊക്കെ ഞാൻ എപ്പോഴും തമ്പാനൂർ ആൾ ജോലിയാകുമ്പം കാലത്തെ ഞാൻ പോയിട്ട് നമ്മൾ വൈകിട്ടത്തൊക്കെ വരും. യമൻ കണ്ടെന്നാണ് പറയുന്നത്. യമൻ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അവർക്ക് മരിച്ചീനി, തേങ്ങ, ഉണക്ക മീൻ ഇതെല്ലാം കൊണ്ടുചെല്ലും. വീട്ടിൽ നിന്ന്. അവസാനം പിന്നെ അവരും അറിഞ്ഞില്ല. മോനെ ഇരുന്ന് ഫോൺ വിളിച്ച് ഇതെല്ലാം ആയി വരുന്ന. അപ്പം ഭഗവാൻ പറഞ്ഞ് ഏതാണ്ട് വരാറായി 10 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ആ 10 ദിവസം. അപ്പം അതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞ് എല്ലാ മാസവും നെല്ലരിയില പൊങ്കാല എല്ലാ മാസവും ഇടണം, പായസ പൊങ്കാല. ഞാൻ 9.5 വർഷം ഞാൻ പൊങ്കാല ഇട്ട് വീട്ടിൽ 9.5 മഴയത്ത് കുടയും പിടിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ വരാറായി എന്ന് ഇങ്ങനെ പറയും. പിന്നെ ഇങ്ങനെ അപ്പോൾ അവിടെയൊക്കെ ദീപാവലി പ്രധാനമാണ്. അപ്പം ദീപാവലി കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ധൈര്യമില്ലാത്ത, ഇത്രയും വലിയ പോസ്റ്റിലെ ജോലിയാണെങ്കിലും ധൈര്യമില്ലാത്ത ഒരുപാട് കോൺട്രാക്ടർമാരെയൊക്കെ ഉയർത്തി വിട്ട് ഒരുപാട് ഇന്നും ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കൊടുത്തവരുണ്ട് ഒരുപാട്. അപ്പോൾ വരും അന്ന് വർക്കല നിർത്തൂല്ല. അപ്പം ഇവൻ്റെ മൂത്തത് കാറും കൊണ്ട് കൊല്ലത്തെ നിർത്തൂ. അപ്പോൾ ഇവരൊക്കെ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. എറണാകുളത്ത് പോയി ഒരു രാവുണ്ണി സാറ് ഓഫീസിലെ ക്ലാർക്കുണ്ട്, അയാളെയും കൂട്ടി അവിടെ എറണാകുളം
എറണാകുളത്ത് നിന്ന്. അവിടെ നിന്ന് ട്രെയിനിൽ കയറി കൊല്ലത്തിറങ്ങി, കൊല്ലത്തുനിന്ന് കാറിൽ കൊണ്ടുവന്നു. അപ്പം എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു മുതലാളിയാണ്. അച്ഛനൊക്കെ പറയും തൂറാതെ നാറും ശരിയായിരിക്കുമെന്ന്. ആദ്യം കമ്പനി കടയിൽ എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് എൻ്റെ മകനെ. പിന്നെ നമ്മളെ വീട്ടിൽ വന്ന് അപ്പം ഇതിനിടെ അങ്ങ് പരസ്യം അത്ര ആയില്ല. എന്നാലും അവിടെ ഷൂഷുവൊക്കെ ഇവൻ വരുന്നെന്നറിഞ്ഞ്. അപ്പം ആദ്യമേ പറഞ്ഞ് ഈ SP പറഞ്ഞ് നമുക്ക് ജാമ്യം കൊടുക്കരുതെന്ന്. അപ്പം അയാളെ സ്വന്തം റിസ്കിലാണ്, ജഡ്ജിയുടെ സ്വന്തം റിസ്കിൽ ജാമ്യം തന്നത്. അന്ന് അയാളുടെ അനിയൻ അവിടെ SM കോളേജിൽ പ്രൊഫസറാണ്. അപ്പം ട്രെയിനിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ്. അപ്പോഴയാളെ മകൻ 22 വയസ്സായ മകൻ കയറി തൂങ്ങി. അപ്പം ആ ജഡ്ജി അവിടെ വന്ന്. അപ്പം നമ്മളെ വക്കീൽ വന്ന് സാറേ നമുക്ക് അവിടെയൊന്ന് പോവാം. അങ്ങനെ അവിടെ ചെന്ന ഉടനെ ആ ജഡ്ജി ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ സ്വന്തം റിസ്കിലാണ് സാറിന് ജാമ്യം തന്നത്, SP പറഞ്ഞ് കൊടുക്കണ്ടെന്ന്. അങ്ങനെ നാളെ നേരം വിളിക്കുമ്പോൾ കോടതി കൊണ്ട് ഹാജരാക്കണം, അല്ലെങ്കിൽ അവർ വന്ന് പിടിക്കും. അവർ പിടിച്ചതായിട്ട് നേരം വെളുത്തപ്പം കോടതി ഹാജരാക്കിയിട്ട് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം കള്ളിക്കാട്ടുനിന്ന് പേപ്പറിൽ ആളുകൾ കണ്ട് എല്ലാവരും വന്ന് നിൽക്കുകയാണ് കാണാൻ. അങ്ങനെയായിരുന്നു എൻ്റെ. പിന്നെ ആരെല്ലാം അന്നത്തെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആരെല്ലാം വന്ന് പല ഉദ്യോഗസ്ഥന്മാരും വന്ന് സ്വാമിയോട് ചോദിക്കാൻ വന്ന് അവിടെ വന്നവർ ഇങ്ങനെ ഒരു ആളുടെ. അപ്പോൾ സ്വാമി പറഞ്ഞ ആ പയ്യനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ മാറി നിൽക്കുകയാണ്, അവൻ തിരിച്ചു വരും. കറക്റ്റ് ബാലകൃഷ്ണ സാറ് പറഞ്ഞ് കറക്റ്റ് 10 വർഷം അതേ കറക്റ്റ്. അതെല്ലാം ആ ഒരു ഗ്രഹം. ഇതാണ് നമുക്ക് ജ്യോതിഷത്തിനുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ചില പീരീഡുകളിൽ ഇവർ മാറി നിൽക്കണം. പക്ഷെ അമ്മ ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. ആ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ മാറ്റി നിർത്തിയത്. അത് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പറ്റൂല. അല്ല, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. ഈ വിപത്തെല്ലാം നിങ്ങൾ അനുഭവിക്കുമായിരുന്നു. നിങ്ങൾ ഈ കേസ്, വഴക്ക്, ജയിൽവാസം ഇതൊക്കെ വരുവാനത് കിടന്നത്. ചെന്ന് ചേർന്ന വീട്ടുകാർ പാവങ്ങളാണ്. അവരെ ശരിക്കും എൻ്റെ മോൻ സഹായിച്ചു. മനസ്സിലായി. പെൺകുട്ടിക്ക് 9 വയസ്സായിരുന്നു. അതിപ്പം പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജ് ജോലിയാണ്. ആ കൊച്ച് വേറൊരു രാജ്യത്തുള്ള ഒരു കുട്ടി പയ്യനെ സ്നേഹിച്ച് കല്യാണത്തിനൊക്കെ പോയി. പിന്നെ ഒരു ആൺകൊച്ചുണ്ട്. ആ ചെറുക്കൻ 2, 3 കെട്ടി. ഇപ്പം ആ ചെറുക്കൻ സൗദിയിലായിരുന്നു, മരിച്ചു, അറ്റാക്ക് വന്ന് മരിച്ചു. അങ്ങനെ ഇപ്പം കഴിഞ്ഞ 3-ാം തീയതി അവൻ്റെ 1 ആണ്ടായിരുന്നു കോലഞ്ചേരിയിൽ. അപ്പം എൻ്റെ മോൻ വന്ന് അവിടെ പോയി. അയാൾ ഈ കാർ ഷോയിൽ ജോലി ഉണ്ടായിരുന്നു. ഭയങ്കര ചേട്ടന്മാരനിയന്മാരൊക്കെ നല്ല പാർട്ടിയാണ്. ഇയാൾ കുടിച്ച് അയാൾ മരിച്ചു. പിന്നെ എൻ്റെ മോൻ ശരിക്കും സഹായിച്ചു. ശരിക്കും എൻ്റെ മോൻ അവരൊക്കെ സഹായം തന്നെയായിരുന്നു. അവരെൻ്റെ മോനെ ദൈവം പോലെയാണ് കാണുന്നത്. ഇപ്പം മോൻ എവിടെയാണ്? ഇപ്പം മോൻ അതെങ്ങും അടങ്ങി നിൽക്കില്ല. ആദ്യമൊക്കെ കാബൂള്, അഫ്ഗാനിസ്ഥാൻ, അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറയും മോനെ എനിക്ക് പേപ്പർ വായിക്കാൻ വയ്യ, നിങ്ങൾ പേപ്പർ വായിക്കരുതെന്ന് പറയും. എന്നിട്ട് കല്യാണം കഴിച്ച് പുറവ്. അപ്പം ഭഗവാൻ പറഞ്ഞു, ഇതിനിടയിൽ കുറേ ആൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞ ഇനി കുറച്ച് നാൾ കഴിഞ്ഞു വന്നും പോയി നിന്നപ്പോൾ പിന്നെ അവൻ ഖത്തറിലായി. ഖത്തറിൽ ആയപ്പോൾ ഭഗവാൻ പറഞ്ഞ് ഇനി ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം ജാതിയിൽ നിന്ന്. അപ്പം എൻ്റെ സഹോദരനൊക്കെ പേപ്പറിലൊക്കെ കൊടുത്ത് വലിയ വലിയ പാർട്ടികൾ വന്നു. അപ്പോഴെല്ലാം ഞാനിത് അപ്പം അവർക്കൊന്നും ഭഗവാനെ പറ്റിയുള്ള ഇത് അറിഞ്ഞുകൂടല്ലേ. പേർഷ്യയിലായിരുന്നു. പേർഷ്യയിലല്ലെങ്കിലും അവർ നിരീക്ഷവാദിയെന്ന് ഒക്കെയാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ തടുത്ത് നിന്ന്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു പാർട്ടി വന്ന്
ഇങ്ങനെ ഒരു ജോലിക്കാരൻ വന്നപ്പോൾ കിളിമാനൂരിന്ന് ഈ പെണ്ണിൻ്റെ ഒരു സ്വന്തമാണ്. അപ്പം എൻ്റെ വന്ന ഇവരെ ജോലിക്കാരൻ ചെറുക്കൻ നാടാ ചെറുക്കനാണ്. അപ്പം അവൻ പറഞ്ഞ് ഇത്രയും പഠിത്തമുള്ള ഒരു പെണ്ണിനെ ഇനിയിപ്പോൾ അവന് പഠിത്തം കുറവല്ലേ, ആ പെണ്ണ് പഠിത്തമുണ്ട്, പക്ഷെ പാവങ്ങളാണ്, അച്ഛൻ ഗൾഫിൽ 2 സഹോദരൻ, അങ്ങനെ അങ്ങ് അപ്പം കല്യാണം കഴിച്ച് തരും. അപ്പം ചിറയൻകീഴായതുകൊണ്ട് ഇഷ്ടമല്ല. ഞാൻ ചിറയൻകീഴ് കണ്ടിട്ടില്ല, ഈ ഏരിയ അങ്ങാട്ട് അമ്പലവും കഴിഞ്ഞ് കുറേ അങ്ങ് പോകണം. അപ്പോഴേ അവനും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവർ സംസാരിച്ച് വേറെ എൻ്റെ വീട്ടിലൊരു പെൺകുട്ടി നേരത്തെ നിന്നിട്ടുണ്ട്, അവരെ സ്വന്തമാണ് ഈ പെണ്ണിൻ്റെ വീട്ടുകാർ. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ് അയ്യോ ആ ചേച്ചി നല്ല ചേച്ചിയാണ്, ഒരുപാട് പേരെ നിർത്തി നല്ല നിലയിലൊക്കെ ആക്കി എന്നെ വിട്ടിട്ടുണ്ട്, ആ പെണ്ണ് എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ട്, ജോലിയൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ജാളിയായിട്ട് അങ്ങ് ജീവിതം. അങ്ങനെ അങ്ങനെ എങ്കിൽ അവനെ നിർബന്ധിച്ച് എങ്കിൽ ഒരു ദിവസം പെണ്ണ് കാണാൻ പോവാമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പോണതാണ്. അങ്ങനെ ഞാനും കൂടെ പോയി. അപ്പം എൻ്റെ സഹോദരന് ഇഷ്ടമല്ല. ചെന്നപ്പോൾ ഒരു കൊച്ചു വീട്, പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട്, ഇവന് നല്ല തടിയാണ്. അങ്ങനെ പിന്നെ ഞാനങ്ങനെ ഈ പിടിയിലങ്ങ് ഭഗവാന്റെ ആ വാക്കിൽ പിടിയിൽ നിന്നു. പിന്നെ കല്യാണം കഴിച്ച് പിന്നെ ഭഗവാന്റെ അടുത്ത് പോകും, എടുക്കും, എല്ലാം ചെയ്യുമായിരുന്നു. ഭഗവാനെ നമ്മളെ ഇന്നും എൻ്റെ ദൈവം ഭഗവാനാണ്. ഈ ഫോട്ടോ ഒക്കെ എൻ്റെ വീട്ടിലുണ്ട്. ഭഗവാന് അവസാനം വരെ. പക്ഷെ ബാക്കി മക്കളൊന്നും ഇപ്പോൾ ഇത്രയും സമയം കാരണം ഭഗവാന്റെ അനുഭവങ്ങൾ, കാരണം വലിയ ഒരു കേസ് വഴക്ക് അന്ന് നാട്ടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം ദിവസങ്ങളോളം ആ വീട് ഇപ്പോഴൊക്കെയാണ് വക്കം കേരളമതിയിൽ നിന്നാണ് പിന്നെ എഡിറ്ററിൽ പേപ്പറിൽ വന്നതിൻ്റെ അന്ന് വൈകിട്ട് നമ്മളെ വീട്ടിൽ കൂടിയ ജനത്തിന് ഇതില്ല, പേപ്പറുകളിലങ്ങ് പിന്നെ ഒരു കൊലപാതകം തെളിയിക്കാൻ വേണ്ടി എത്ര അതും വീട്ടിലുള്ളവർ തന്നെ മോനെ കൊന്ന് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നു, ലോകത്ത് നടക്കുന്നു. അന്ന് ഭഗവാൻ നിങ്ങൾക്ക് തുണയായി നിന്നില്ലെന്നെങ്കിൽ നിങ്ങൾ കാണൂലായിരുന്നു. പിന്നെ തമ്പുരാന്റെ ഒറ്റ അനുഗ്രഹത്താലാണ് നമുക്ക് എല്ലാം പിടിച്ചിരിക്കാൻ പറ്റിയത്. അത്രേ ഉണ്ടായിരുന്നു. ഇന്നും ഭഗവാന്റെ ഞാൻ കാലത്തും വൈകിട്ട് ഭഗവാന്റെ അടുത്ത് ഞാൻ വിളക്ക് കത്തിച്ച് ഞാൻ ആരുമില്ലെങ്കിൽ ഞാൻ കിടന്ന് നിലവിളിക്കും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നതല്ല. അപ്പൊ എന്തായാലും അമ്മ ഇത്രയും ദൂരം വർക്കലയിന്ന് തിരുവനന്തപുരം വരെ അറിയാമോ? എനിക്കറിയാം, ഞാൻ എത്ര ദിവസം കണ്ടിട്ടുണ്ട്, എനിക്കത്ര അറിയാം. വരുമ്പോൾ തന്നെ ഭഗവാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് നാടോട്ട് പോയി ലോകം ഇളക്കിയവൻ, നാട് മൊത്തം ഇളക്കിയവൻ. വന്ന് ചെന്നപ്പം കള്ളിക്കാടുകാർ കാണാൻ വന്ന് നിൽക്കുന്നു. അപ്പൊ അവരെ അടുത്ത് ഭഗവാൻ പറഞ്ഞ വാക്കിതാണ്, ഈ പയ്യനെ അറിയാമോ? ഇതാണ്. അതെ, എനിക്കറിയാം പയ്യൻ. അപ്പോൾ അതുകൊണ്ട് അമ്മ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും ദൂരം വന്ന് ഈ വയ്യായ്മയുടെ ഇടയിലും വന്ന് ഭഗവാന്റെ ചാനലിൽ വന്ന് ഇത്രയും സമയം സംസാരിച്ചതിനും അമ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.